Good evening, everyone. Congratulations, first of all, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഒരുക്കുന്നതിൽ. നമുക്ക് ലൈക്ക് ഞാൻ 2010 10th പാസ് ഔട്ട് ആയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ഒന്നും ഇല്ലായിരുന്നു. സോ അന്നേരം നമുക്ക് ഫിസിക്കൽ ട്യൂഷൻസ് ഒക്കെ ആയിരുന്നു. സോ ഇതൊരു ലൈക്ക് എ ബിഗ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഹെൽപ്പിംഗ് ലൈക്ക് ദ സ്റ്റുഡൻസ് ദാറ്റ് യു ഹാവ് ബ്രോട്ട് അപ്പ്. പിന്നെ സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സയൻസ് ഈസ് ഓൾവേസ് ഗ്രോയിങ്. So there is no limit to science. നമ്മളെ വേൾഡിൽ സയൻസ് ഇസ് ഫിക്സ്ഡ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ലാംഗ്വേജ്. നമ്മളിപ്പോൾ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ പോലെ ഹിന്ദി സംസാരിക്കുന്നു, ബട്ട് സയൻസ് ഇസ് ഓൾവേസ് ഫിക്സ്ഡ്. നമ്മൾ ലോസ് ഞാൻ പഠിച്ചിരിക്കുന്ന ലോസ് തന്നെയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 8th 9th 10th ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് വാസ് മാത്സ് ആൻഡ് 11th 12th ഫേവറേറ്റ് വാസ് ഫിസിക്സ്. പക്ഷേ മിഡിൽ സ്കൂൾ തൊട്ട് എനിക്ക് MBBSലോടായിരുന്നു ഇഷ്ടം, ബിക്കോസ് ഫാമിലിയിൽ ആരും ഡോക്ടേഴ്സ് ഇല്ലായിരുന്നു. അങ്ങനെ അപ്പം ബയോളജിയിൽ ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് ലൈവാണ്, നമുക്ക് കാണാൻ പറ്റും എന്താ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എന്താ നമ്മളെ കൺമുന്നിൽ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ ബയോളജി അതുകൊണ്ടായിരുന്നു എനിക്ക് MBBSലോട്ട് പോകാനുള്ള താല്പര്യം. പിന്നെ സയൻസ് എൻ്റെ അനിയത്തി ഇപ്പോൾ 12th പഠിക്കുന്നത്. അപ്പൊ അവൾക്ക് ഫാഷനാണ് അവളുടെ പാഷൻ. സോ ബട്ട് സ്റ്റിൽ ഞാൻ അവളോട് പറഞ്ഞു സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ബിക്കോസ് അവൾക്കിപ്പോൾ ഫാഷൻ ടെക്നോളജിയിൽ പോകണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഫിസിക്സ് ആൻഡ് മാത്സ് ഇസ് ദ ബേസിസ് ഫോർ ഹർ. അപ്പൊ അവൾ അതിലേക്ക് പോകണം. ഞാൻ MBBS എടുത്തിട്ട് അവൾ MBBS എടുക്കുന്നില്ല, എന്നിട്ടും സയൻസ് എടുക്കുന്നുണ്ട്. അപ്പം വൺ മോർ തിങ്, പേരൻസ് ആരും ഡിസിഷൻ ഒരിക്കലും എടുക്കരുത് സ്റ്റുഡൻറ്റിന്റെ ലൈഫിൽ. അവരെ ഫ്രീ ആയിട്ട് വിടുക, അവരെ പാഷൻ അവർ ഫോളോ ചെയ്യും. Always they will succeed. If you follow your passion, they will succeed. അതിൽ വേറെ ഒന്നുമില്ല. ഓൾറെഡി രണ്ട് വെരി what do you say, ഭയങ്കര നല്ല ഒറേറ്റേഴ്സ് ആയിരുന്നു രണ്ടുപേരും നേരത്തെ സംസാരിച്ചിരുന്നത്. അതിൽ കൂടുതൽ എനിക്ക് ഇനി എന്ത് സംസാരിക്കണം എന്നറിയില്ല. I hope ഈ പ്ലാറ്റ്ഫോം will be very helpful for all the students who are taking the session. And I wish them all the best. എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ആക്ച്വലി ബയോളജി ഈസ് നോട്ട് ജസ്റ്റ് ദ ബേസിസ് ഫോർ MBBS. നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സിൽ 3 ഉള്ളത്. അതിൽ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് വേസ്റ്റ് ആണെന്നൊന്നും ഒരിക്കലും തോന്നരുത്. ആൻഡ് മേക്ക് യൂസ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ്, because it will help you for sure. So I'll cut short my talk.